ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൂട്ട്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അത്യാവശ്യം വിശദമായി തന്നെ മനസ്സിലാക്കി ഇല്ലേ? എങ്കിൽ ഇതിന്റെ ഒരു ചെറിയ ഒരു എക്സ്പാൻഷൻ, ദാറ്റ് മീൻസ് റൂട്ട് ഫോമിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ഒരു സിമ്പിൾ സ്ട്രക്ചറായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഇത് ആ മൊത്തം ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു അടിസ്ഥാന രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് സംബടി സംതിങ് മൊത്തത്തിൽ ബി ആണ്, സംബടിയും സംതിങ് മൊത്തത്തിൽ ഡു ചെയ്യുന്നു, സംബടിക്കും സംതിങ്ങിനും മൊത്തത്തിൽ എന്തൊക്കെയോ ഉണ്ട്. ഇങ്ങനെ ഓരോ സെന്റൻസ് ഈ മൂന്ന് ആശയത്തിൽ നിന്നും അങ്ങ് പറക്കിയെടുത്ത് വെച്ച് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് അങ്ങ് പറയുകയാണ്. അപ്പൊ നമുക്ക് മൊത്തം ഇംഗ്ലീഷ് ഭാഷയെ ഒരൊറ്റ ചെറു സ്പീച്ചിൽ നമുക്ക് കൈക്കലാക്കാൻ സാധിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര സിമ്പിളാണ് ഇംഗ്ലീഷ് ഭാഷ. ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് ഭാഷ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ബോധ്യപ്പെടാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം, പീപ്പിൾ ആർ സംതിങ് ആൻഡ് പീപ്പിൾ ഡു സംതിങ് ആൻഡ് പീപ്പിൾ ഹാവ് സംതിങ്. ദാറ്റ്സ് ഓൾ. സ്പീച്ച് കഴിഞ്ഞു. ഇത്ര സിമ്പിൾ ആണ് ഇംഗ്ലീഷ്. പക്ഷെ നമുക്കതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. വെൽ ഫ്രണ്ട്സ്, പീപ്പിൾ ആർ സംതിങ് ആൻഡ് കണക്ട് ചെയ്തു. ആൻഡ് പീപ്പിൾ ഡു, ഇവിടെ നമ്മൾ ദേ എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആ സ്പീച്ചിന്റെ ആ ഫോർമാറ്റ് തന്നെ മനസ്സിലാക്കിക്കോട്ടെ. പീപ്പിൾ എന്നുള്ളതിന് പകരം ദേ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ നിയമം കൂടിയും പൂർത്തിയായി. Well, people are something and they do a lot of things because they have a lot of programs or problems. ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ പറയാം. That's all. അപ്പൊ നമ്മുടെ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ ഇംഗ്ലീഷ് ഭാഷയെ നമ്മുടെ കൈപ്പിടിയിലാക്കി. ഇത് തന്നെ നമ്മൾ ഒരല്പം കൂടിയും ഒന്ന് വിപുലമാക്കാണ്. അത് നമ്മൾ ഈ സംതിങ് ഓർ സംബടി എന്ന് പറയുന്നതിന് പകരം, പീപ്പിൾ ആർ സംതിങ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പൊതുവെ ബി സെനൻസ് അല്ലേ, അതുകൊണ്ട് ബിയിൽ പറയുന്ന ഒരു അഡ്ജക്റ്റീവോ ഒരു സിമ്പിൾ ഒരു വിശേഷണമായി പറയാം. ജനറലി സ്പീക്കിംഗ് പീപ്പിൾ ആർ എനർജറ്റിക് ആൻഡ് എൻതൂസിയാസ്റ്റിക്. നല്ല രസകരമായുള്ള രണ്ട് വാക്ക് അവിടെ കിടന്നോട്ടെ. ജനറലി സ്പീക്കിംഗ് പീപ്പിൾ ആർ എനർജറ്റിക് ആൻഡ് എൻതൂസിയാസ്റ്റിക്. അപ്പൊ ബി ഐഡിയ കഴിഞ്ഞു. ആൻഡ് കണക്ട് ചെയ്തു. ആൻഡ് they do something എന്നുള്ളത് നമ്മൾ ആ ഡൂവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വേറൊരു സെന്റൻസ് പറയാം. ആൻഡ് they want to become rich. റിച്ച് എന്നുള്ളതിനെ നമുക്കൊന്ന് സ്റ്റൈലാക്കി മാറ്റാം. they want to become financially well off. അപ്പൊ രണ്ട് സെന്റൻസ് ആയില്ലേ? കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു. തുടക്കം എങ്ങനെയാണ്? Well, generally speaking, people are energetic and enthusiastic and they want to become financially well off because ഇനി ഒരു ഹാവ് അങ്ങോട്ട് പറഞ്ഞാൽ മതി, സംഭവം കഴിഞ്ഞു. Because they have a lot of problems and responsibilities in their life. That's all, my dear friends. ഇപ്പൊ എന്തായി? മൊത്തം ഇംഗ്ലീഷ് ഭാഷയെ നമ്മളൊരു ചെറു മോഡൽ സ്പീച്ചിൽ അങ്ങ് ചുരുട്ടി കൂട്ടി. എന്നാൽ ഈ മോഡൽ സ്പീച്ചിൽ ബി ഉണ്ട്, ഹാവ് ഉണ്ട്, ഐഡിയ കണക്ടേഴ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സിമ്പിൾ ഇംഗ്ലീഷ്. ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇംഗ്ലീഷ്. ഓക്കെ, ഇത് നമ്മളിപ്പോ പല തരത്തിൽ കൂടെ പല സമയത്തായിട്ട് മനസ്സിലാക്കി. കാരണം നമുക്ക് ഇതിനെ ചുരുട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പല തവണയായിട്ട് നമ്മൾ മനസ്സിൽ ശരിക്കും ബോധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബി ഐഡിയ, ഡു ഐഡിയ, ഹാവ് ഐഡിയ, ഇത് മൂന്നുമേ ഉള്ളൂ. ശരി തന്നെ. എങ്കിലും നമ്മൾ ഈ ബി ആശയങ്ങൾ, ഇപ്പൊ നമ്മള് പീപ്പിൾ അല്ലെങ്കിൽ ദേ, he, she, my friends, my dad, my mommy, my brother, ഇങ്ങനെ പല ആളുകളും എന്തൊക്കെയോ ആണെന്ന് പറയുന്നു. ഇപ്പൊ ഇതിൽ നമ്മൾ എനർജറ്റിക് ആൻഡ് എന്തൂസിയാസ്റ്റിക് എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ മാറ്റി പറഞ്ഞു പഠിക്കണം. നമ്മുടെ കയ്യില് വ്യത്യസ്തമായിട്ട് ഈ ആളുകൾ എന്തൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വാക്കുകൾ അല്പം വ്യത്യസ്തമായിട്ടുള്ളത് വേണം. പൊതുവെ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ ഉണ്ട്. ഹി ഈസ് ഹാപ്പി, ഹി ഈസ് കോൺഫിഡന്റ്, ഹി ഈസ് ഫ്ലുവന്റ്. ഈ ഹാപ്പിയും കോൺഫിഡന്റും ഫ്ലുവന്റും മാത്രമാണ് മിക്കവാറും സ്ഥലത്ത് എല്ലാവരും പറഞ്ഞു പഠിക്കുക. അപ്പൊ അത് മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് അഡ്ജക്റ്റീവ്സ് നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ അത്തരത്തിലുള്ള ആ റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലാണ് നമ്മുടെ ഭാഷയെ നമുക്ക് നല്ല മനോഹരമായിട്ട് ഇങ്ങനെ ഓരോ തവണ പറയുമ്പോഴും ആളും തരവും നോക്കി വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പൊലിപ്പിച്ച് പറയാന്ന് പറയില്ലേ, അങ്ങനെ അങ്ങോട്ട് വർണ്ണിച്ച് ഭംഗിയാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വർണ്ണിച്ച് പൊലിപ്പിച്ച് വ്യത്യസ്തങ്ങളാക്കി പറയാനായിട്ടുള്ള സിദ്ധി, അതൊരു സിദ്ധി തന്നെയാണ്. അതില്ലെങ്കിൽ
ഈ ടോട്ടൽ ലാംഗ്വേജിന്റെ കൂട്ടുവിദ്യ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതെന്തുണ്ടാവും ഞാൻ പറഞ്ഞുതരാം. ഒരിക്കല് ഇങ്ങനെ ഒരുപാട് ഈ ടെക്നിക്സ് ഒക്കെ അറിയാം, ഇങ്ങനെ കൂട്ടുവിദ്യ ഒക്കെ അറിയാം എന്ന് പറയുന്ന പോലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പാചക വിദഗ്ധൻ ഉണ്ടായിരുന്നു. ഈ അടുത്ത് നമ്മുടെ നാട്ടിലൊരു സ്ഥലത്ത് ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ ഈ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ വരുന്ന ഹാളിന്റെ പുറകുവശത്ത് ഇപ്പൊ പല സ്ഥലത്തുള്ള പോലെ തന്നെ അത് പാചകം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഈ വരുന്ന ആളുകൾക്കൊക്കെ വേണ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സകല സാധന സാമഗ്രികൾ അവിടെ തയ്യാറാക്കിയിട്ടാണ് വിളമ്പുന്നത്. അപ്പൊ ഈ കേരളത്തിലെ അതിപ്രശസ്തനായിട്ടുള്ള ഈ പാചക വിദഗ്ധനെ കൊണ്ടുവന്നു. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത 101 തരം കൂട്ടാനുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിൽ ഇദ്ദേഹം ഉണ്ടാക്കും. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. അപ്പൊ ആ ഒരു കൈപ്പുണ്യം അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിനെ ബുക്ക് ചെയ്തു. ഇദ്ദേഹം വന്നു. ഇദ്ദേഹം അങ്ങനെ പാചകപ്പുരയിലേക്ക് കയറി. പക്ഷെ ഒരു അബദ്ധം പറ്റി. അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇദ്ദേഹത്തിന്റെ അബദ്ധമല്ല, ഇദ്ദേഹത്തിന് സകല ടെക്നിക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഇദ്ദേഹത്തിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തത് ആകെ കൂടി മത്തങ്ങ മാത്രമാണ്. മത്തങ്ങ ഇങ്ങനെ ലോഡ് കണക്കിന് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഉണ്ടാക്കാനായിട്ടുള്ള വസ്തുവകകൾ ആകെ കൂടി മത്തങ്ങ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ഉണ്ടാക്കി. നെക്സ്റ്റ് ഡേയിൽ ആളുകൾ വന്നപ്പോ സംഗതി ഉണ്ടല്ലോ, ഏലം നിറയെ വിചിത്രമായിട്ടുള്ള ഐറ്റംസ് ആണ്. പക്ഷെ തൊട്ട് നോക്കുമ്പോ ഒക്കെ മത്തങ്ങ. മത്തങ്ങ കിച്ചടി, മത്തങ്ങ ഓലൻ, മത്തങ്ങ വറുത്തത്, മത്തങ്ങ പൊലിച്ചത്, മത്തങ്ങ മലത്തിയത്, മത്തങ്ങ ഓലത്തിയത്, ആകെ മത്തങ്ങമയം. എങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒരു സദ്യ കിട്ടി കഴിഞ്ഞാല്? ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ആകെ ഒരു 5-10 വാക്കുകളെ കയ്യിലുള്ളൂ എങ്കിൽ നമ്മൾ എത്ര ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാലും ആകെ അത് തന്നെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് തേമാനം വന്ന ഈ വാക്കുകൾ തന്നെ ഇട്ട് ഇങ്ങനെ ഉരുട്ടി 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 കളിച്ച് സമയം കളയേണ്ടി വരും. അപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ട് ആളുകൾ പറയണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം വാക്കുകൾ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പാചക വിദഗ്ധന് പറ്റിയ പോലെ നമ്മളും അബദ്ധത്തിൽ പെട്ടുപോകും. ഈ ടെക്നിക്കൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾക്ക് കേൾക്കാൻ പറ്റിയ പാകത്തില്, കേട്ടിരിക്കാൻ പറ്റിയ പാകത്തില്, ഇംപ്രസ് ചെയ്യാൻ പറ്റിയ പാകത്തിലുള്ള വേർഡ്സ് വേണം നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിലത്തെ വേർഡ്സ് ആണ് നമ്മൾ ആളുകളെ അങ്ങോട്ട് ത്രസിപ്പിച്ചിരുത്താൻ പോകുന്നത്. ഇപ്പൊ ഈ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, പീപ്പിൾ ആർ എനർജറ്റിക് ആൻഡ് എൻതൂസിയാസ്റ്റിക്. ചുമ്മാ ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്ക് പഠിച്ചു, പക്ഷെ അതുകൊണ്ടായില്ല. ദേ ആർ എനർജറ്റിക്, ദേ ആർ എൻതൂസിയാസ്റ്റിക്, ദേ ആർ വൈബ്രന്റ്. വി സ്പീക്ക് വൈബ്രന്റ് വേർഡ്സ്. വൈബ്രന്റ് വേർഡ്സ് എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഒരു വൈബ്രേഷൻ വരികയാണ്, ഒരു പോസിറ്റീവ് എനർജി. an aura of positive vibration is just reverberating around us. നമുക്ക് ചുറ്റും അങ്ങ് പ്രസരിക്കുകയാണ്. അപ്പൊ ഈ വേർഡ്സിൽ ഇതുപോലെ പവേഴ്സ് ഉണ്ട്. വേർഡ്സ് എന്ന് പറഞ്ഞാൽ വെറും അതിന്റെ ഷെല്ലാണ്. അതിന്റെ ഉള്ളിൽ നമ്മൾ ഇമോഷൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇമോഷൻ അതങ്ങ് പൊട്ടും. അതാണ് ഓരോ വേർഡും ഓരോ ബോംബ് സ്ഫോടന പോലെയാണ്. അപ്പൊ ശക്തമായിട്ടുള്ള വേർഡ്സിൽ ശക്തമായ എനർജി തരംഗങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ, നമ്മുടെ വളരെ ലോക പ്രശസ്തനായിട്ടുള്ള സ്പീക്കർ മലയാളി ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ സ്പീച്ച് കാണാനും കേൾക്കാനുമായിട്ട് ആളുകൾ ഒത്തുകൂടുമായിരുന്നു. എന്തിനാ കാണാൻ വരുന്നത്? കാരണം അത്തരത്തിലുള്ള ഈ മഹാപ്രതിഭകളൊക്കെ ചുമ്മാ അങ്ങ് വന്ന് സംസാരിക്കുക മാത്രമല്ല ചെയ്യുക, അവരങ്ങ് പ്രകടിപ്പിക്കും. അവിടെ ഒരു വെട്ടിക്കെട്ടാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ സ്പീച്ചൊക്കെ ഇങ്ങനെ മിമിക്രിക്കാരെ അനുകരിക്കുന്നത് കാണാൻ പറ്റും. ഇത് ഇങ്ങനെയൊക്കെ ആയിട്ട് കൈകൊണ്ടൊക്കെ കാണിക്കും. ദാറ്റ് മീൻസ് ബോഡി മൂവ്സ്. ബോഡി ചലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്കറിയാം. ദാറ്റ് മീൻസ് ആ ശബ്ദം, ആ ഭാഷ, ആശയം വെറും ബുദ്ധിയിൽ നിന്നും മാത്രം പ്രവഹിക്കുന്നതല്ല. ആ ബുദ്ധിയിൽ നിന്നും ഒഴുകുന്ന ആ വാക്കുകൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഹൃദയ തലത്തിൽ നിന്നുള്ള അഗ്നി സ്ഫുല്ലിംഗങ്ങളുടെ അകമ്പടിയുണ്ട്. അതുകൊണ്ടാണ് അത്തരം വാക്കുകൾ ഈ ബോഡിയും കൂടിയും ചലിച്ചുകൊണ്ട് അങ്ങ് പുറത്തേക്ക് അങ്ങ് പ്രവാഹമായിട്ട് അങ്ങ് ഒഴുകുമ്പോൾ ആളുകൾ അവിടെ ത്രസിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവർക്കും സംസാരിക്കാൻ സാധിക്കില്ല. മിക്കവാറും ആളുകളൊക്കെ പഠിച്ച് ബുദ്ധിയിലിട്ട് പഠിച്ച് അവിടെ തന്നെ പാചകം ചെയ്ത് അതിൽ കൂടെ ചുമ്മാ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഒഴുക്കി വിടും. ആളുകളൊക്കെ ഇത് കേട്ട് ഇങ്ങനെ കോട്ടുവായും വിട്ട് അവിടെ ഇരിക്കും. കാരണം പീപ്പിൾ ആർ നോട്ട് മൂവ്ഡ്. ആളുകളെ അങ്ങ് ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല. ആളുകളെ ചലിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ചലിക്കണം. നിങ്ങൾ ചലിക്കണമെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണരണം. അപ്പൊ നിങ്ങളുടെ ഭാഷ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും അവിടെ ജീവൻ വെച്ച് അവിടെ നിന്നും പൊട്ടി ഒഴുകിയാൽ മാത്രമാണ് അത് കേൾക്കുന്ന ശ്രോതാക്കളും ചലിച്ച് അത്ഭുത പരതന്ത്രമായിട്ട് ഇങ്ങനെ 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 സിറ്റിംഗ് റിവെറ്റഡ് ഇൻ ദ സീറ്റ്സ് എന്ന് പറയും. സീറ്റ്സിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുള്ളൂ. ഓരോ വാക്ക് കേൾക്കുമ്പോഴും ഇങ്ങനെ അമിട്ട് പൊട്ടുന്നവരിങ്ങനെ അങ്ങനെ അത്ഭുത പരതന്ത്രമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. മാർട്ടിൻ ലൂതർ ജൂനിയറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രപ്രവർത്തകൻ എന്നും പോകുമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ചോദിക്കും,
എടോ ഇയാൾ എന്നും പറയുന്നത് ഒരേ കാര്യമല്ല. ഐ ഹാവ് എ ഡ്രീം, യു ക്യാൻ ബിക്കം ഫ്രീ, യു ക്യാൻ റൂൾ ദ വേൾഡ്, അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ചെറിയൊരു മോട്ടിവേഷണൽ സ്പീച്ച് എന്നും ഇത് തന്നെയല്ല കേൾക്കണേ. നീ കുറെ കാലമായല്ലോ ഇയാളുടെ ഈ സ്പീച്ചുകൾ കേട്ടു തുടങ്ങിയിട്ട്, എന്തിനാ പിന്നെയും പിന്നെയും പോണെന്ന് ചോദിച്ചു. അപ്പൊ ഈ പത്രപ്രവർത്തകർ ഒരു മറുപടി പറഞ്ഞു, എടോ അത് വെറും ഒരു സ്പീച്ചല്ലെന്ന്, ഇറ്റ് ഈസ് എ ഫയർ വർക്ക്. നിങ്ങൾക്ക് ഫയർ വർക്ക്സ് വെട്ടിക്കെട്ട് കണ്ടാൽ ബോറടിക്കോ? ഇല്ല, എത്ര തവണ കണ്ടാലും അതിന്റെ ആ ഒരു തരംഗങ്ങൾ ഉണ്ടല്ലോ, അത് നമ്മളങ്ങോട്ട് പുളകം കൊള്ളിക്കും. അതുപോലെയാണ് വെട്ടിക്കെട്ട് പോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും പുറപ്പെടുന്ന ബോഡി ചലിച്ചുകൊണ്ടുള്ള അംഗവിക്ഷേപങ്ങള്. ഇനി ഇത് പറഞ്ഞപ്പോഴൊന്നും മനസ്സിലാക്കിയ ലോകത്തിലെ സൈന്യത്തെ, ജനങ്ങളെ വിരൽത്തുമ്പിൽ വാക്കുകൾ കൊണ്ട് വരിഞ്ഞു മുറക്കി മാർച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ള ഹിറ്റ്ലറും, നിങ്ങളെ പറ്റിയാണെങ്കിൽ യൂട്യൂബില് സ്പീച്ചസ് ബൈ ഹിറ്റ്ലർ ഒന്ന് അടിച്ചു നോക്കുക. അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ മുഖമൊക്കെ കാട്ടിക്കൂട്ടുന്നതും എന്തൊക്കെ പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. കാരണം ആ പറയുന്നതൊക്കെ ബുദ്ധിയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ പിന്നെ അത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നുള്ള ചോദ്യമില്ല. അത് അങ്ങനെ തന്നെ ആളുകളുടെ ഉള്ളിലേക്ക് അങ്ങ് തറഞ്ഞു കയറും. ബോംബ് സ്ഫോടനം പോലെ, മിസൈലുകൾ പോലെ അങ്ങ് തറഞ്ഞു കയറും. അപ്പോ സ്പീച്ചിന്റെ വലിയൊരു രഹസ്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ആളുകളെ വശീകരിച്ചുകൊണ്ട്, അട്രാക്ട് ചെയ്തുകൊണ്ട്, ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണമെങ്കിൽ യു ലേൺ ദിസ് കൈൻഡ് ഓഫ് പോസിറ്റീവ് വേർഡ്സ് ആൻഡ് acquire the skill in the subconscious mind and then fire it from the subconscious mind. Don't simply speak through the brain. Fire it from the heart chamber. ഹാർട്ടിൽ നിന്ന് അങ്ങ് ഫയർ ചെയ്ത് വിടുക. ഇതാണ് എന്റെ ടെക്നിക്ക്. അപ്പൊ അവിടെ നിന്ന് വിടണമെങ്കിൽ അവിടെ എത്തണം. അവിടെ എത്തിക്കാനുള്ള ടെക്നിക്ക് നമ്മൾ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് കൊണ്ട് കൈക്കലാക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ ടെക്നിക്കിലൂടെ വേണം ഇതൊക്കെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ മെത്തേഡ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പൊ ഈ വേർഡ്സ് ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുക. അപ്പോൾ ബി ആശയത്തില് ആളുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രസകരമായിട്ടുള്ള വേർഡ്സ് വേണം എന്ന് മനസ്സിലായി. അതിന്റെ ഒരു കളക്ഷനാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്, ഇനി നമ്മൾ നോക്കുന്നത്. നിങ്ങൾ എക്സാമ്പിൾസ് നോക്കൂ. ഷീ ഈസ് ടോട്ടലി ഫ്രസ്ട്രേറ്റഡ്. ഷീ ഈസ്, അവൾ എന്തോ ആണ്. ഷീ ഈസ് അൺഹാപ്പി എന്ന് പറയാം, ഷീ ഈസ് ബോർഡ് എന്ന് പറയാം. പക്ഷെ അത് ഓർഡിനറി ലെവലായി പോയി. ഷീ ഈസ് ഫ്രസ്ട്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേക്സ് സം വൈബ്രേഷൻസ്. ആ വേർഡ്സിന്, ആ ഭാഷയ്ക്ക് ഒരു പ്രത്യേക ചലനശക്തി ഉണ്ട്. ഷീ ഈസ് ഫ്രസ്ട്രേറ്റഡ്. അപ്പൊ ഷീ ഈസ് സ്കയേർഡ്. ഷീ ഈസ് അഫ്രൈഡ് എന്ന് പറയാം, കുറച്ച് ഓർഡിനറി ആണ്. പക്ഷെ ഷീ ഈസ് സ്കയേർഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഗ്രേഡ് കൂടി. ഇങ്ങനെ നിങ്ങളുടെ ആ വേർഡ്സിന്റെ ആ ചോയ്സി വേർഡ്സ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ആ വേർഡ് സെലക്ഷൻ നോക്കിയിട്ട് നിങ്ങളുടെ റേഞ്ച് ആളുകൾ അസസ് ചെയ്യും. നമ്മൾ IELTS പോലുള്ള എക്സാമിനേഷനൊക്കെ ഇറ്റ് ഈസ് ടോൾഡ് ദാറ്റ് ദർ ഇസ് എ ഗ്ലാസ് സീലിംഗ് എബവ് യു. നിങ്ങളുടെ മുകളിൽ അവരൊരു ഗ്ലാസ് സീലിംഗ് വെക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ എത്ര ഹൈറ്റിൽ പോകും, നിങ്ങളുടെ വേർഡ് സെലക്ഷൻ, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചർ, നിങ്ങളുടെ അങ്ങനെയുള്ള സ്റ്റൈൽ ഓഫ് മോഡ്യൂലേഷൻ, എവറിഥിങ് അവരിങ്ങനെ അസസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് സീലിംഗ് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നു പറയും. ദാറ്റ് മീൻസ് അവർക്കറിയാം ഇയാൾ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇത്രയ്ക്കുള്ളൂ, 6.5 6.5 കിട്ടാനുള്ള ഒരു സ്കോപ്പേ ഇയാൾക്കുള്ളൂ. അല്ലെങ്കിൽ അത് റേസ് ചെയ്യണം. നമ്മൾ റേസ് ചെയ്ത് പോകണം. നമ്മൾ റേസ് ചെയ്യുമ്പോൾ he came to 7 8.5. wow. And out of 9 how much you score depends on the ability you perform, you show up. നിങ്ങൾ കാണിക്കുന്ന ആ ഒരു പെർഫോമൻസിന്റെയും ആ ഒരു ഡെമോൺസ്ട്രേഷന്റെയും ബേസിലാണ് നിങ്ങളുടെ ആ സ്കെയില് അവർ ഉയർത്തുന്നത്. അത് നിങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ ഉയർത്തുന്നത്. അതിന്റെ അടിസ്ഥാനം ദ ചോയ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ദ സ്റ്റൈൽ ഓഫ് യുവർ ഡെലിവറി. വേർഡ് സെലക്ഷനും ആ വേർഡ് ഡെലിവറിയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ബി ആശയങ്ങളിൽ ആളുകൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ചുമ്മാ ഹാപ്പിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വെറുതെ ഇൻഫോം ചെയ്യാൻ പറ്റുന്നു മാത്രം. ഇൻസ്പയർ ചെയ്യാനും ഇംപ്രസ് ചെയ്യാനും പറ്റില്ല. ആ ഒരു തലത്തിലേക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞ സംഗതികൾ വേണം. ഇല്ലെങ്കിൽ ആകെ മത്തങ്ങമായി മാറും നമ്മുടെ സ്പീച്ച്. പിടികിട്ടില്ലേ? അപ്പൊ ഒരു മത്തങ്ങ സ്പീച്ച് ആക്കണ്ട. നമുക്ക് ശരിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ വിഭവങ്ങളും മാറി മാറി കൊടുത്ത ആളുകളെ വായിൽ വെള്ളമൂറുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഡെലിഷ്യസ് സദ്യ തന്നെ നമുക്ക് ഒരുക്കണം. നമ്മുടെ സ്പീച്ച് അങ്ങനെ ആയിരിക്കണം. ഓൾറൈറ്റ്, നോക്കൂ. അപ്പൊ ഷീസ് totally frustrated, she is scared, she is very possessive. ഈ വേർഡുകൾ നോക്കാറുണ്ട്. ഫ്രസ്ട്രേറ്റഡ്, സ്കയേർഡ്, പൊസസീവ്. ഇത്തരം വേർഡുകളൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞ് പഠിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതിനെ ഫീഡ് ചെയ്യണം. അങ്ങനെ ഫീഡ് ചെയ്താലാണ് നമ്മുടെ മസിലേക്ക് വരുള്ളൂ. നമ്മളൊരു കൊട്ട ആപ്പിള്
മുന്തിരി, ഫ്രൂട്ട്സ് ഇതൊക്കെ വാങ്ങിച്ച് നമ്മുടെ മുൻപിൽ വെച്ചു. നമ്മൾ ബില്ല് കൊടുത്തു, പൈസ കൊടുത്ത് നമ്മൾ നമ്മുടെ കസ്റ്റഡിയിലാക്കി നമ്മുടെ വീട്ടിലവിടെ വെച്ചിരുന്നത് കൊണ്ട് നമ്മുടെ മസിൽ ഡെവലപ്പ് ആവില്ല. അത് അവിടെ ഇരുന്ന് ചീഞ്ഞു പോവും. അത്രേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കഴിച്ച് നമ്മുടെ ഉള്ളിലേക്ക് എത്തി അതിന്റെ വിറ്റാമിൻസ് നമ്മുടെ ഉള്ളിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസിലിലേക്ക് അത് കാണിക്കും. ഇതുപോലെയാണ് വേർഡ്സും പുസ്തകങ്ങളും ഇങ്ങനത്തെ ഐഡിയാസും ഒക്കെ ചുമ്മാ കേട്ട് ബ്രെയിൻ സ്റ്റോറേജിൽ ഇങ്ങനെ വെച്ചത് കൊണ്ട് മാത്രമായില്ല, അവനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് ഇറക്കി അതിന്റെ രസങ്ങള് ചാലിച്ച് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കണം. അത് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്പീച്ചിലേക്ക് ഈ മസിൽസ് അങ്ങ് ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഷീ ഈസ് ടോട്ടലി ഫ്രസ്ട്രേറ്റഡ്. നിങ്ങൾക്കത് പറഞ്ഞ് ശീലമില്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം, if there is no situation, create a situation. That's the way of the winners. വിന്നേഴ്സ് അങ്ങനെയാണ്. അവർ ഒന്നും കാത്തു നിൽക്കില്ല. അവരങ്ങ് ഉണ്ടാക്കി പടികൾ അങ്ങ് ഉണ്ടാക്കിയിട്ട് അങ്ങ് ചാടി കയറി പോകും. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി. ഓക്കെ, സോ ക്രിയേറ്റ് എ സിറ്റുവേഷൻ. യു ടോക്ക് ടു യുവർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, തമ്മിലാവാം, ആരെടുത്താവാം. സംസാരിക്കുമ്പോൾ പറയാ, you know, I don't know what's the problem with her. She's very angry. I think she's frustrated ആണെന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ, ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ഗുരുതര അഭിനയം തന്നെയാണ്. ബട്ട് കുറച്ച് സമയം ഇത് അഭിനയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നാച്ചുറലായി മാറുകയാണ്. അതാണ് എന്റെ സ്പെഷ്യാലിറ്റി, അല്ലെ? അങ്ങനെ നിങ്ങൾ അഭിനയിക്കുന്ന പോലെ അങ്ങ് പറയുക. ആ തരത്തില് അതിനൊരു നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഒറിജിനാലിറ്റിയുടെ കേന്ദ്രം, ഹൃദയ കേന്ദ്രത്തിൽ നിന്നും വരണം. അങ്ങനെ വരുന്ന ഒരു പരിശീലനം മുൻപേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതിനെ പറഞ്ഞ് ഇമോഷണൽ മാസ്റ്ററി, സബ് കോൺഷ്യസ് ലെവലിൽ ഷൗട്ട് ചെയ്യുക, ഫീൽ ചെയ്യുക, ചിരിക്കുക. ഈ 3 തരത്തിലൂടെ ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ ശരീരത്തേക്ക് ഒന്ന് ഇളക്കി മറച്ച് ഈ സംഗതി പറഞ്ഞു വിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ സിറ്റുവേഷൻ സ്വാഭാവികമായിട്ട് വരുമ്പോഴോ ഇത് അങ്ങ് പുറത്തേക്ക് അങ്ങ് ചാടി വരും. അപ്പൊ നിങ്ങളുടെ എങ്ങനെ പരിശീലിക്കുക അറിയില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ പറയുക. ഇത് ഇത്തരം സെന്റൻസുകളൊക്കെ ചുമ്മാ പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ സമയമൊന്നും വേണ്ട. വെറുതെ ഒരു ഡയലോഗ് ഇങ്ങനെ പറയുക, ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അതിൽ ഇത് ആവർത്തിച്ച് നിങ്ങൾ അങ്ങ് പറയുക. അത്ര ചെയ്താൽ മതി. ഇപ്പൊ ഒരാൾ ചോദിക്കാണ്, എന്ത് പറ്റി അവൾക്ക് എന്ന് ചോദിക്കുമ്പോൾ പറയാ, ഐ തിങ്ക് ഷീ ഈസ് റിയലി ഫ്രസ്ട്രേറ്റഡ്. ഐ മീൻ, ഐ ജസ്റ്റ് ഡോണ്ട് നോ വാട്ട്സ് ദ പ്രോബ്ലം വിത്ത് ഹെർ. ഐ മീൻ, ഷീസ് totally frustrated, man. I don't know. In fact, sometimes it's very funny. She's very frustrated. She's damn frustrated. She's very much frustrated. I just don't know what to do. Yeah. I told her many times, but oh my God, I don't know how to help her out. She's very frustrated. I am really sorry. I just can't help her out. ഇങ്ങനെ ഇത്തിരി സാധനങ്ങളൊക്കെ കൈന്നിട്ടുണ്ട് ഞാൻ, കണ്ടില്ലേ? ഇതിങ്ങനെ ഇത്തിരി സംഗതികൾ കയ്യിൽ നിന്ന് ഇടാനുള്ളൊരു സ്കില്ലും കൂടി വേണം ചെറുതായിട്ട്. അത് തെറ്റിക്കോട്ടെ, പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡാണ്. അത് അത്ര അടിക്കണോ അത്രയും നമ്മൾ സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കണ്ടും കേട്ടും അങ്ങനെ പറഞ്ഞങ്ങ് എടുത്തോ. ഇങ്ങനെ ഒരു 4 ഇമോഷൻസിലൂടെ ഇങ്ങനെ പറയുമ്പോൾ ചുമ്മാ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ പറയാതെ ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്ത പോലെ ഒരു റിയൽ ലൈഫിൽ പറയുന്ന പോലെ അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് അങ്ങോട്ട് ഡെലിവറി ചെയ്യും. അങ്ങനെ പറഞ്ഞ് പഠിക്കും. അപ്പൊ അത് പറഞ്ഞ് പഠിക്കാനും ഒരു രസമുണ്ട്. ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് അതിന് വന്നു. നിങ്ങൾക്ക് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതുപോലെ വേണം പരിശീലിക്കാൻ. അതിനാണ് ഈ ടെക്നിക്സ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, എങ്കിൽ സമയം കളയണ്ട. ആ വേർഡ്സ് നോക്കിയുള്ളൂ. ഇതിൽ ലാസ്റ്റ് വേർഡ്സ് നോക്കിയേ, ലാസ്റ്റ് 3 നോക്ക്. അപ്പൊ ബിയിലത്തെ ആദ്യത്തെ 3 നോക്കി, ഞാൻ അതിന്റെ ലാസ്റ്റ് 3 നോക്കിയേ. ഇറ്റ്സ് എ ഡയറിംഗ് അറ്റംപ്റ്റ്. ഡയറിംഗ് കണ്ടോ, ധീരമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഈ കോഴ്സ് തെരഞ്ഞെടുത്തതും പരിശീലനവുമായി മുന്നോട്ട് പോകുന്നതും ഒക്കെ, ഓ മൈ ഗാഡ്, ദിസ് ഈസ് ഡയറിംഗ് മാൻ. യു ആർ എ ഡയറിംഗ് മാൻ. ദിസ് ഈസ് റിയലി ഡയറിംഗ്. ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടി അവനങ്ങോട്ട് പല ആംഗിളിലൂടെ അങ്ങോട്ട് അടിച്ച് ഒറ്റ ആ സ്പോട്ടിൽ തന്നെ സംഗതി അങ്ങോട്ട് അരച്ച് കലക്കി കുടിക്കാൻ നമ്മുടെ ഉള്ളിലാക്കി എടുക്കണം. മിടുക്കന്മാരങ്ങനെയാണ്. കിട്ടിയ അപ്പൊ തന്നെ അടിച്ച് കൈക്കിലേക്ക് എടുക്കും. പിന്നീടത്തേക്ക് എന്നുള്ള സംഭവമില്ലേ, അപ്പൊ തന്നെ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഇറ്റ്സ് എ ഹോപ്പ്ലെസ് കേസ്. അങ്ങനെ എന്ത് കിട്ടിയാലും പഠിക്കാണ്ട് നോക്കാം, സംഗതി മനസ്സിലായി, അവിടെ കിട്ടി, അടുത്തെടുക്ക് എന്ന് പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും, ഇറ്റ്സ് എ ഹോപ്പ്ലെസ് കേസ്. കാര്യമില്ല, പോക്കണം, ആളെ നോക്കിയിട്ട് കാര്യമില്ല, അത് ചുവാവും തോന്നണല്ലേ. ഇറ്റ്സ് എ ഹോപ്പ്ലെസ് കേസ് മാൻ, ഡ്രോപ്പ് ഇറ്റ്. ഇറ്റ്സ് എ ഹോപ്പ്ലെസ് കേസ്. കിട്ടിയില്ലേ, ഹോപ്പ്ലെസ്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ നോക്കിയേ. ദാറ്റ്സ് എ ഡിസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ് മാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ വേറൊരാൾക്ക് പറയാം, നോ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ചല്ലേ. ദിസ് ഈസ് എ ഡിസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇത് ആളുകളെ തകർത്ത് കളയുന്ന ഒരു മനോഭാവമാണ്. ഇങ്ങനത്തെ മനോഭാവം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല, വെച്ച് പുലർത്താൻ പാടില്ല. ദിസ് ഈസ് എ ഡിസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. ഐ സേ
I repeat, ഞാൻ പറയുന്നു, ഇങ്ങനെ കണ്ട ആ സ്റ്റൈലിൽ പഠിക്കുക. I say, this is a destructive attitude. You are not supposed to maintain such a negative attitudes. I repeat, don't maintain such a destructive attitude. This is not good. Nobody is going to get any help from this. Even you yourself are not going to get any help, mind you. I warn you, I tell you, I advise you, you can take it from me. ഇങ്ങനെയൊക്കെ പലതരത്തിലൂടെ പറഞ്ഞുകൊണ്ട് ഈ സാധനം അങ്ങോട്ട് കലക്ക് പുറത്തേക്ക് ഒരു 3-4 വട്ടം അങ്ങ് പറയേ. അപ്പൊ ഈ സംഗതി നമ്മുടെ കയ്യിലേ. അപ്പൊ പരിശീലിക്കേണ്ട രീതിയും ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി കാണും. ഇങ്ങനെ ബിയില് ഉപയോഗിക്കുന്ന ആ ചുമ്മാ ഹാപ്പിയും വണ്ടർഫുള്ളും പവർഫുള്ളും കോൺഫിഡന്റും ഫ്ലുവന്റും എന്നുള്ള വേർഡ്സ് മാത്രം പറയാതെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ഇൻ ബിറ്റ്വീൻ ഇടയിലുള്ളതും പവർഫുൾ ആയിട്ടുള്ളതും ബോംബ് എക്സ്പ്ലോഷൻ വേണ്ടി ചാടി പൊട്ടിക്കുന്നതും ഇങ്ങനെ ഗുണ്ടുപോലെ തകർക്കാൻ പറ്റിയ ടൈപ്പുള്ള എല്ലാ വേർഡ്സും ഉണ്ട്. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇത് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കളക്ഷൻ പിന്നെ വരും. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ഷൻ വേർഡുകളുടെ കിങ് ആയിട്ടുള്ള ഡു ഒന്ന് നേരിട്ട് നോക്കിക്കഴിഞ്ഞാലോ. ഡൂവിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു എന്ന് കാണുമ്പോൾ അതിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് വെർബുകൾ അങ്ങ് മാറ്റി പറയുക. അതാണ് ഡ്യൂപ്ലിക്കേഷൻ. പക്ഷെ ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു അബദ്ധത്തിൽ പെടാൻ സാധ്യതയുണ്ട്. ആ ഡൂവിന്റെ സ്ഥാനത്ത് മാറ്റി മാറ്റി വെർബുകൾ പറയൂ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ആളുകൾ പെട്ടെന്ന് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഗോ, കം, സ്പീക്ക്, സിംഗ്, ജംപ്, റൈറ്റ്, അത്തരത്തിലുള്ള ഒരു 10-15 വാക്കുകളുണ്ട്. എല്ലാവരുടെ എക്സാമ്പിൾസിലും അവരുടെ പ്രയോഗത്തിലും ഇത്തരം സിമ്പിൾ കുറച്ച് വാക്കുകൾ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരം വാക്കുകൾ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു റേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്നൊരു നിലവാരത്തിൽ നമുക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതൊന്നും പോരാ, നമുക്ക് വേറെ ചില റേഞ്ച് കളികൾ വേണം. അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു ഭാഷയുടെ പ്രധാനപ്പെട്ട സംഗതി, ശക്തി കേന്ദ്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനത് ഭാഷയെ മാറ്റി വയ്ക്കും. അതറിയാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയുടെ കഥ നമുക്ക് നോക്കാം. ഒരു സംഘടനയായാലും സ്ഥാപനമായാലും കമ്പനി അങ്ങനെ എന്തായി കഴിഞ്ഞാലും അതിൽ ചില സവിശേഷമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാവും. ദാറ്റ് മീൻസ് അത് പണിക്കാർ തമ്മിലാവാം, പണിക്കാരും മാനേജ്മെന്റിലും ആയിരിക്കാം. അങ്ങനെ പല സ്ഥലങ്ങളിലും താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായിട്ട് പല കൂട്ടുകെട്ടുകൾ, ദാറ്റ് മീൻസ് സം കോമ്പിനേഷൻ, സം പാർട്ട്ണർഷിപ്സ് ഉണ്ടായിരിക്കും. ഈ കോമ്പിനേഷൻ അഥവാ ഈ കൂട്ടുകെട്ടുകളാണ് ഈ കമ്പനിയുടെ, സ്ഥാപനത്തിന്റെ അതിന്റെ അടിസ്ഥാന ശക്തി എന്ന് പറയുന്നത്. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി പൊളിയും. അതായത് ഇവരുടെ കൂട്ടുകെട്ട് പൊളിച്ചു കഴിഞ്ഞാൽ അവർ നിലനിൽക്കുന്ന സ്ഥാപനം പൊളിഞ്ഞു പോകും. അപ്പൊ ഒരു സ്ഥാപനത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പുറമേ നിന്നുള്ളവർ ശ്രമിക്കുക അതിന്റെ കീ പോസ്റ്റിലുള്ള പ്രധാനപ്പെട്ട കൂട്ടുകെട്ട് ആരായിട്ടാണ് നോക്കും, എന്നിട്ട് അവരെ സൂത്രത്തിൽ അങ്ങ് തെറ്റിക്കും, പൊളിക്കും. അതോടെ ആ കമ്പനി അങ്ങ് പൊളിഞ്ഞു പോകും. അപ്പൊ ഇത് പൊളിയാൻ കാരണം അതിന്റെ കെട്ടുറപ്പ് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഒരു ഭാഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഭാഷയുടെ ശക്തി കിടക്കുന്നതും ഇതുപോലുള്ള ചില കോമ്പിനേഷൻസിലാണ്. നമ്മള് കമ്പനി കൂട്ടുകെട്ട് എന്ന് പറയുന്ന പോലുള്ള ഒരു കൂട്ടുകെട്ടുണ്ട്, കോമ്പിനേഷൻ ഉണ്ട്. അത് ഇത്തരം വേർഡ് കോമ്പിനേഷനാണ്. ഇത്തരം വേർഡ്സിന്റെ കോമ്പിനേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഷയുടെ കരുത്ത്, ശക്തി ഉള്ള സകല ഭാഗങ്ങളും പിന്നെ നമുക്ക് സ്വന്തമായി നമ്മുടെ വരുതിയിൽ നിൽക്കും. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ആരുടെ കൂട്ടുകെട്ടാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത് അവരെ നമുക്ക് അനുകൂലമാക്കിയാൽ ആ പാർട്ടി മൊത്തം നമുക്ക് അനുകൂലമാവും, സ്ഥാപനവും അങ്ങനെ തന്നെ. അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലും ഇതുപോലെ കുറെ കൂട്ടുകെട്ടുകളുണ്ട്. ആക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം കൂട്ടുകെട്ടുകളെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. ഇത് ആദ്യം എന്താണ് ഈ കൂട്ടുകെട്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പം പ്രയോഗിക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ നമ്മുടെ മലയാളത്തിന്റെ സഹായം എടുക്കുകയാണ്. കാരണം മലയാളത്തിൽ ഇത് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമാണ് മറ്റൊരു ഭാഷയിലും എല്ലാ ഭാഷയിലും ഇതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ചില മലയാള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പദപ്രയോഗങ്ങൾ പറയാം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ചില കൂട്ടുകെട്ടുകളുള്ള പ്രയോഗങ്ങളാണ്. അപ്പൊ ഒരു കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ പകുതി പിടിക്കുമ്പോൾ അതിന്റെ മറുഭാഗം ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒപ്പം വരണം. അതുകൊണ്ടാണ് അതിനെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂട്ടുകെട്ട് എന്നുള്ളത് നമുക്ക് തൽക്കാലം കോമ്പിനേഷൻസ് എന്ന് വിളിക്കാം. കോമ്പിനേഷൻസ്. അപ്പൊ ഈ കോമ്പിനേഷന്റെ പകുതി ഞാൻ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്നും അതിന്റെ മറുഭാഗം പുറത്തേക്ക് ചാടും. അപ്പൊ ഞാൻ പറയാൻ പോവാണ്. മൊബൈൽ ഫോൺ ഇന്ന് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലൊരു ഭാഗം പറയും, മൊബൈൽ ഫോണുകളൊക്കെ ഇന്ന് അവിഭാജ്യ ഘടകമാണ്
എന്ന് പറയാം. അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ ഇന്ന് നിത്യജീവിതത്തിൽ എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഒരു മറുഭാഗം, അതിന്റെ ഒരു കൂട്ടുള്ള ഒരു മറുഭാഗം നിങ്ങളുടെ മനസ്സിൽ വരും. മൊബൈൽ ഫോണുകൾ ഇന്ന് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്, അല്ലെങ്കിൽ അവിഭാജ്യ ഘടകമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ മനസ്സിൽ പൊന്തി വന്നിട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ? അപ്പൊ ആ കോമ്പിനേഷനാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ശക്തമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ. ഓക്കെ, മറ്റൊന്ന് നോക്കാം. മൊബൈൽ ഫോണുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും നമ്മുടെ നിത്യജീവിതത്തിൽ നിർണായകമായ എന്തുണ്ട്? ഞാൻ പറയുന്നില്ല എന്താണെന്ന്, ഓട്ടോമാറ്റിക്കലി അത് കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. നിർണായകമായ സ്ഥാനമുണ്ട്, പങ്കുണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ സ്വാധീനമുണ്ട് എന്ന് പറയാം. അപ്പൊ നിർണായകമായ എന്നുള്ള വാക്കിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന 3 പ്രയോഗങ്ങളുണ്ട്. ഇത് നിർണായകമായ സ്വാധീനം, നിർണായകമായ സ്ഥാനം, നിർണായകമായ പങ്ക്. ഓക്കെ, അപ്പൊ നോക്കൂ, ആ കോമ്പിനേഷൻ അറിഞ്ഞാലല്ലേ അത്തരം ഒരു ആശയം ഭംഗിയായിട്ട് ശക്തിയോടെ പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ. മറ്റൊന്നു കൂടി ഞാൻ നോക്കാം. ഇപ്പൊ പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുന്ന സമയത്ത് സൈന്യം ഇറങ്ങി ദുരന്ത എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ഇനി അടുത്ത വാക്ക് ദുരന്ത നിവാരണ, അതല്ലേ വരുന്നേ? അതേ വരുള്ളൂ. ഇനി അത് പറഞ്ഞു നിർത്തി കഴിഞ്ഞാലും അതിന്റെ അടുത്ത് ഇതൊക്കെ തന്നെ ലിങ്ക് ചെയ്ത് കിടക്കുക. ദുരന്ത നിവാരണ, ഇനി എന്താണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ. പ്രവർത്തനങ്ങളിൽ അവിടെ നിൽക്കുന്നില്ല, അതും വേറൊരു കൂട്ടുകെട്ടുണ്ട്. ഇതിങ്ങനെ ചെയിനായിട്ട് കിടക്കുക ഇത്തരം പദപ്രയോഗങ്ങള്. അപ്പൊ സൈന്യം ഇറങ്ങി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ, ഇനി പറയാൻ പോകുന്ന ഒരൊറ്റ കൂട്ടുകെട്ടുള്ളൂ, ഏർപ്പെട്ടു. ആ വാക്ക് അത് തന്നെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ മാതൃഭാഷയിൽ ഇത്തരം കോമ്പിനേഷനുകൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് വ്യക്തമായില്ലേ? ഇനി ഇതിങ്ങനെ പറയുന്ന ചില വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ കൊളോക്കിയൽ ഭാഷയിൽ പോലും നമ്മൾ എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലും ചിന്തിച്ചു കഴിഞ്ഞാലും ഇത്തരം ഈ കോമ്പിനേഷൻസ് ആണ് ധാരാളം നമ്മൾ മാതൃഭാഷയിൽ ഉപയോഗിക്കുന്നത്. എല്ലാ ഭാഷക്കാരും അങ്ങനെ തന്നെ. മറ്റൊരെണ്ണം നോക്കാം. നമ്മൾ ചില സമയത്ത് പറയില്ല, ദേഷ്യം പറയുന്ന സമയത്ത് ഞാൻ കാലുമടക്കി ഒന്നാ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാം തന്നാലുണ്ടല്ല, അല്ലെങ്കിൽ ഒന്ന് തൊഴിച്ചാലുണ്ടല്ല, അതല്ല അതിന്റെ കൂടെ വരുന്ന കോമ്പിനേഷൻ. അത് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി ചില സമയത്ത് നമ്മൾ പറയും, ഓ ഈ പഹയനെ കൊണ്ട് ഞാൻ എന്ത് സംഭവിച്ചു, ഈ പഹയനെ കൊണ്ട് ഞാൻ തോറ്റു എന്നല്ല നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാൻ ജയിച്ചു, നമ്മളൊക്കെയും ജയിച്ചു. ഈ ചില സമയത്ത് നമ്മള് മിമിക്രിയിലൊക്കെ പറയുന്ന മാതിരി കൊച്ചു കിട്ടിയില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ എന്താണ്, ആ കൊച്ചു കള്ള എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൊച്ചു പോലീസ് എന്നൊരാളും പറയാൻ പോണില്ലേ, അല്ലേ? അപ്പൊ ഇപ്പൊ മലയാളത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് നമ്മൾ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ടെക്നിക്ക് മനസ്സിലായ നമ്മൾ ഇത്തരം ചില സംഗതികൾ പറയുമ്പോൾ അതിന്റെ കണക്ഷൻ ആയിട്ടുള്ള അതിന്റെ കോമ്പിനേഷൻ നമുക്ക് തെറ്റാതെ പറയാൻ സാധിക്കണം. എങ്കിലാണ് ആ ഭാഷ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മലയാളം പഠിച്ചു വരുന്ന ഒരാൾക്ക് പറയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഫ്ലോയില് ആ ഒരു മാതൃഭാഷയുടെ ആ ഒരു ശക്തിയും തേജസ്സും ഓജസ്സും ഈ പ്രയോഗങ്ങൾ ഇല്ലാതെ സംസാരിക്കുന്ന ഒരാൾക്ക് കിട്ടാത്തത്. ഇനി ഇത് തന്നെ ഞാനൊരല്പം വഴി തെറ്റിച്ച് പറയാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. മലയാളം ഭാഷ പഠിച്ചുകൊണ്ട് നമ്മെ പോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് പറയുന്നതാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ അയാൾ പറയുന്ന ചില സംഗതികളാണ്. ഞാൻ കാലും അടക്കി ഒന്ന് കുത്തിരിക്കാൻ നോക്കി, പക്ഷെ കാലും അടങ്ങിയില്ല. എങ്ങനെ ഇരിക്കും? നിങ്ങളിത് കേൾക്കുമ്പോ സംതിങ് ഈസ് റോങ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷുകാരുടെ മുഖഭാവം പലപ്പോഴും കണ്ടിട്ടുണ്ട്. റോൾ ദയർ ഐസ്, കണ്ണുകൾ അങ്ങനെ ഉരുട്ടുന്നത് കാണാം. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഈ മലയാളം പറഞ്ഞപ്പോൾ നിങ്ങളും കണ്ണുകൾ ഉരുട്ടുന്നില്ലേ? ഞാൻ കാലം മടക്കി ഒന്ന് കുത്തിരിക്കാൻ നോക്കി, പക്ഷെ കാലും മടങ്ങിയില്ല. ഒരാൾ പറയുന്നതാണ്. മറ്റൊരു സെന്റൻസ് നോക്കിയോ, ഓ ഈ പഹയനെ കൊണ്ട് ഞാൻ 2 കുറ്റി പുട്ടുണ്ടാക്കാൻ നോക്കി, പക്ഷെ ശരിയായില്ല. എങ്ങനെയുണ്ട് ഈ എക്സാമ്പിള്? ഇംഗ്ലീഷുകാരൻ കണ്ണുരുട്ടുന്ന പോലെ നിങ്ങളും ഇത് കേൾക്കുമ്പോ ഉരുട്ടുന്നുണ്ടാവും. ഇത് എന്തുട്ട് ഇയാള് പറയണേ നോക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കിയുള്ളൂ. ഈ വെള്ളപ്പൊക്കം പോലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ ഒരു ഭാഗത്ത് പറയാണ്, സൈന്യം വെള്ളപ്പൊക്കമുള്ള സ്ഥലത്തിറങ്ങി കുറ്റിയും കോലും കളിക്കുന്ന കുട്ടികളോട് പറഞ്ഞു, എടാ പിള്ളേരെ വീട്ടിൽ പോടാ, ഇപ്പൊ കുറ്റിയും കോലും കളിക്കണ്ട, നല്ലതല്ലാന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ഞാൻ ഈ പറഞ്ഞതൊക്കെ മലയാളമല്ലേ? മലയാളം തന്നെയാണ്, ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓഹ് ഇയാൾ എന്തൊട്ടാ ഈ വിളിച്ച് പറയണേ എന്ന് വെച്ചിട്ട് നിങ്ങളൊരു പക്ഷെ സ്ഥലം വിട്ട് പോവാ അവിടുന്ന്. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ്
കോമ്പിനേഷൻ വേർഡ്സ്, ഇത്തരം കോമ്പിനേഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ നോക്കിയേ, സംഗതി മലയാളം തന്നെ സംസാരിച്ചത്, പക്ഷെ അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ തെറ്റിക്കിടക്കുക. ദാറ്റ് മീൻസ് അതിന്റെ ആ കൂട്ടുകെട്ടുകളാകെ പൊളിഞ്ഞു. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഷയും പൊളിയാണ്. ഇങ്ങനെ നമ്മൾ പൊളിഞ്ഞ ഭാഷയും കൊണ്ടാണ് ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ ഇംഗ്ലീഷുകാർ സ്ഥലം വിട്ടു പോകുന്നത്, മിക്കവാറും ആൾക്കാർ. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതുപോലുള്ള കോമ്പിനേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇനി ഞാൻ നിങ്ങൾക്ക് ആ വേർഡിന്റെ ടെക്നിക്കൽ വേർഡ് പറഞ്ഞുതരാം. ഇതാണ് ചുമ്മാ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ പോരാ. കറക്റ്റ് ഇംഗ്ലീഷിൽ കൊളോക്കേഷൻസ് എന്ന് തന്നെ പറയണം. ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള വേർഡ്, കൊളോക്കേഷൻസ്. അപ്പോ കറക്റ്റ് കൊളോക്കേഷൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ നല്ല ശക്തമായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുന്ന ആശയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വാ, he speaks like a native man, native speaker. ആ നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന പോലെ. ഇപ്പൊ നമ്മൾ നേരത്തെ മലയാളം പഠിച്ചു വരുന്ന ഒരാൾ തെറ്റിച്ചു പറഞ്ഞു, സംഗതി മലയാളം തന്നെയാണ്, ഗ്രാമർ കറക്റ്റ് ആണ്, എന്നിട്ട് പോലും നമുക്കത് ഉൾക്കൊള്ളാൻ ഒരു സുഖമില്ലായ്മ തോന്നി. അത്തരത്തിലുള്ള സുഖമില്ലായ്മകളൊക്കെ മാറ്റി ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ തന്നെ അതേ റേഞ്ചിൽ നമുക്ക് അവരുടെ ഒപ്പം സംസാരിക്കാൻ ഈ കോമ്പിനേഷൻസ്, സോറി ഇനി അങ്ങനെ പറയാൻ പാടില്ല, ഇത്തരം കൊളോക്കേഷൻസ് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എങ്കിൽ പ്രധാനപ്പെട്ട ചില കോമ്പിനേഷൻസ്, ചില കൊളോക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത്തരം പ്രധാനപ്പെട്ട കോമ്പിനേഷൻസ്, അത് കുറെ കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ കൊച്ചു കള്ള എന്നുള്ളൊരു വാക്കിൽ പോലും കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ വായ തുറന്നു കഴിഞ്ഞാൽ ഇത്തരം കോമ്പിനേഷനുകളാണ്, ഇത്തരം കൊളോക്കേഷൻസ് ആണ് മാതൃഭാഷ, നേറ്റീവ് സ്പീക്കേഴ്സ് എല്ലാവരും അവരുടെ ഭാഷയിൽ പ്രയോഗിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ അല്ലെ? അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിലും ഇത്തരം കൊളോക്കേഷൻസ് ധാരാളം വേണം. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പകർന്നു തരുന്ന എക്സാമ്പിൾസ് മിക്കവാറും ഇത്തരം കൊളോക്കേഷൻസ് ആണ്. അതുകൊണ്ട് ഇതങ്ങ് നിങ്ങൾ പഠിച്ച് പറഞ്ഞു തുടങ്ങിയാൽ മതി, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഭാഷ ആ നേറ്റീവ് സ്പീക്കേഴ്സിന്റെ ആ റേഞ്ചിലേക്ക് അങ്ങ് ഉയരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലുള്ള അബദ്ധം മനസ്സിലായല്ലോ. സംഗതി ഇംഗ്ലീഷ് സംസാരിക്കാം, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ പോലെ സംസാരിക്കാൻ പറ്റില്ല. അതിന് ഇത്തരം കൊളോക്കേഷൻസ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇത്തരം സംഗതികൾ നിർണായകമായ സ്വാധീനം ഉള്ളതാണ്. ക്ലിയർ അല്ലേ? യെസ്. സച്ച് എക്സ്പ്രഷൻസ് ആർ ഇനോവേറ്റബിൾ ഓർ അൺഅവോയ്ഡബിൾ. കണ്ട, സച്ച് തിങ്സ് ആർ ഇനോവേറ്റബിൾ. അത് ഇനോവേറ്റബിൾ ആണ്, അൺഅവോയ്ഡബിൾ ആണ്, എസെൻഷ്യൽ ആണ് എന്നൊക്കെ പറയാം. അപ്പൊ ഇത്തരം കോമ്പിനേഷൻസ് നമ്മളൊരു ചെറുതായിട്ടൊന്ന് കൈക്കലാക്കാൻ പോകണം, കുറച്ച് എസെൻഷ്യൽ സംഗതികൾ മാത്രം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 9 വേർഡുകൾ നമ്മൾ നോക്കാണ്. നമുക്കറിയാം മേക്ക്, നിങ്ങളതിൽ കൊടുത്തിട്ടുണ്ട്, നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നു, നോക്കൂ. മേക്ക്, ഹാവ്, ടേക്ക്, കീപ്, കം, ഗോ, ഗെറ്റ്, ബ്രേക്ക്, പേ. ഇത്തരം 9 വേർഡുകളും പറയുമ്പോൾ അതിന്റെ കൂടെ വരുന്ന കോമ്പിനേഷൻസ്, നമ്മളിപ്പോ നിർണായകമായ പങ്ക്, നിർണായകമായ സ്വാധീനം, നിർണായകമായ സ്ഥാനം, ഇങ്ങനെ ഒരു വേർഡിന് പല കോമ്പിനേഷൻസ് കിടക്കുന്നുണ്ടല്ലോ, പല കൊളോക്കേഷൻസ് ഉണ്ട്. ഇറ്റ് കൊളോക്കേറ്റ്സ് വിത്ത് ഡിഫറെന്റ് അതർ വേർഡ്സ് എന്ന് പറയുന്ന പോലെ ഈ വേർഡുകൾക്കൊക്കെ എത്ര തരത്തിലൂടെ എങ്ങനെ പറയാൻ പറ്റും, നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെയൊക്കെ പറയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുഖകരമായുള്ള കാര്യം. ഇത് പലതും നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത അഥവാ ചില സംഗതികൾ ഞങ്ങൾ അധികം പറഞ്ഞ് ശീലിക്കാത്ത, തെറ്റി പറയാൻ സാധ്യതയുള്ള ചില സംഗതികളുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നോക്കി നിങ്ങൾ, മേക്ക് എ ഡിഫറൻസ്. നമ്പർ 1, മേക്ക് എ ഡിഫറൻസ്. This will make a tremendous difference. Make a difference. Make a tremendous difference. ഭേദഗതികളൊക്കെ നമുക്ക് വരുത്താം, കുഴപ്പമില്ല. So this expression, this class will make a difference. This will make a telling difference in your life and in your language. A telling difference. അത് വേറൊരു എക്സ്പ്രഷൻ ആണ്, വലിയ ചേഞ്ച് നടത്താം. അപ്പൊ മേക്ക് എ ഡിഫറൻസ് എന്നുള്ളത് ഒരു കൊളോക്കേഷൻ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ, മേക്ക് എ മെസ്. Oh, don't make a mess, man. She made a mess. Make a mess എന്ന് പറഞ്ഞാൽ ആകെ താറുമാറാക്കുക, ആകെ കുളമാക്കുക. മൂന്നാമത്തെ നോക്കിയേ, make a mistake. Don't be afraid to make a mistake. Don't be afraid to make mistakes. പ്ലൂറൽ പറയുമ്പോൾ പിന്നെ ഏടെ ആവശ്യമില്ല. Don't be afraid to make mistakes. അപ്പൊ make a mistake, make mistakes. ഇനി അതിൽ തന്നെ നിങ്ങൾ നോക്കിയേ, make a fortune. ഇനി ആ ബോൾഡ് ആയിട്ടുള്ള സംഗതി നോക്കിയേ, make a fortune. Make a fortune എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പൈസ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. മേക്ക് എ ഫോർച്യൂൺ. നമ്മൾ സിറ്റുവേഷനിൽ അറിയാം, ഹി വെന്റ് ടു ദുബായ് ആൻഡ് മേഡ് എ ഫോർച്യൂൺ. ദുബായിൽ പോയി ധാരാളം പൈസ ഉണ്ടാക്കി. നെക്സ്റ്റ് ആ ബോൾഡ് എക്സ്പ്രഷൻ ഒക്കെ മേക്ക് ഫ്രണ്ട്സ്. ഇത് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഞാൻ ഇത്തരം ഒരല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള പ്രയോഗങ്ങൾ, കൊളോക്കേഷൻസ് മാത്രമാണ് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് മാത്രം ഒന്ന് കുറച്ചധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം, കാരണം അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. സോ മേക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സൗഹൃദം ഉണ്ടാക്കുക, ചങ്ങാത്തം ഉണ്ടാക്കുക. ഞാൻ അവനുമായിട്ട് ചങ്ങാത്തത്തിലായി എന്ന് പറയുമ്പോൾ ഐ മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ഹിം. സംഗതി ഒരാളായിട്ടാണ് ചങ്ങാത്തം ഉണ്ടാക്കിയതെങ്കിൽ പോലും മേക്ക് ഫ്രണ്ട്സ് എന്ന് തന്നെ പറയണം. ഒരാളാണെന്ന് കരുതിയിട്ട് ഐ മെയ്ഡ് ഫ്രണ്ട് വിത്ത് ഹിം എന്ന് പറയാൻ പാടില്ല. ദാറ്റ്സ് നോട്ട് ഗുഡ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ തെറ്റാൻ സാധ്യതയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മേക്ക് എ ഫോർച്യൂൺ എന്നുള്ളതും പൈസ ഉണ്ടാക്കുക എന്നുള്ള നല്ല ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണ്, നല്ല കൊളോക്കേഷനാണ്. ഇതുപോലെ അങ്ങ് പറഞ്ഞു പഠിക്കുന്നത് എങ്ങനെ വേണം. ഇപ്പൊ മേക്ക് എ ഫോർച്യൂൺ എന്നുള്ളൊരു പ്രയോഗം എങ്ങനെ കിടണം നമുക്ക് ബുദ്ധിപരമായിട്ട് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് പറയാൻ വലിയ ടഫ് ഒന്നല്ല. ഐ മേഡ് എ ഫോർച്യൂൺ, ഐ വാണ്ട് ടു മേക്ക് എ ഫോർച്യൂൺ ബിക്കോസ് ഐ ഹാവ് ലോട്ട്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഹിയർ, ദാറ്റ്സ് വൈ ഐ വെന്റ് ടു ദുബായ് and I made a fortune. You know, when I made a fortune, I came back and I built a house and I started my dream life. ഇങ്ങനെ ഒറിജിനൽ ലൈഫിൽ പറയുന്ന പോലെ ഒരു സിറ്റുവേഷൻ മൊത്തം പറയാനായിട്ട് തുടക്കത്തിൽ പറ്റില്ല. ആദ്യം നിങ്ങൾ ആ സ്ട്രക്ചർ മാത്രം, ആ കൊളോക്കേഷനുള്ള സെന്റൻസ് മാത്രം പല ഇമോഷനിലൂടെ ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. ആദ്യം മെയിൻ സംഗതി നമ്മുടെ കയ്യിൽ കിട്ടണം. ഇങ്ങനെ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിൽ ഈ ബി ഡു ഹാവ് ആശയങ്ങളുടെ ഫുൾ റേഞ്ച് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകണേ ഉള്ളൂ. ഇതൊക്കെ ഒരു തുടക്കലായിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് മിക്സിംഗ് ടെക്നിക്കൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ഒരു സ്ഫോടനം നടത്തും ഇംഗ്ലീഷിൽ. ആ സമയത്ത് നമ്മൾ പറയുന്ന എക്സാമ്പിളുകളിൽ ഈ സംഗതികളൊക്കെ അവിടെ ഉണ്ടാവണം, അവിടെ ഇവിടെ കയറ്റി കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മേക്ക് എ ഫോർച്യൂൺ എന്നുള്ള ഒരു സെന്റൻസ് അത് മാത്രം നമ്മൾ എങ്ങനെ ഇമോഷണൽ മാസ്റ്ററിയിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോകണം. തമ്മിൽ നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ തനിച്ച് പറഞ്ഞു പഠിക്കുക. എങ്ങനെ റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാമല്ലോ. എല്ലാവരും ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ, ഈ ഒരു ഡയലോഗിനെ മേക്ക് എ ഫോർച്യൂൺ എന്നുള്ള ഒരൊറ്റ ഡയലോഗ് നോക്കിക്കോളൂ. ഞാനത് എങ്ങനെ പറയണം നോക്കും. ഞാനത് പഠിക്കണം. ഞാനത് ആദ്യമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നാണ് ഓക്കെ, ഇതൊന്ന് ഉള്ളിൽ കയറ്റണം. എങ്ങനെയാണ് ഉള്ളിൽ കയറ്റുക? അതിനെ ആ ഇമോഷണൽ ആ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, നമ്മുടെ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് മെത്തേഡിന്റെ രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം നമുക്ക് ഇത് അത്ര ടഫ് അല്ലാതെ അങ്ങനെ പതുക്കെ പറഞ്ഞു പോകാൻ കാര്യമുള്ളൂ. സെക്കൻഡ് പാർട്ടിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറയാണ്, യു നോ സംതിങ്, ഐ വെന്റ് ടു ദുബായ് ആൻഡ് ഐ മേഡ് എ ഫോർച്യൂൺ. അപ്പൊ അപ്പുറത്തൊരാൾ എന്തോ പറയുന്നുണ്ടെന്ന് ഉള്ള ഭാവേനെ അറ്റ്ലീസ്റ്റ് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാനിത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. എന്നാലും എനിക്ക് ഇമോഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യു നോ സംതിങ്, I went to Dubai because I wanted to make a fortune. Sorry? Yeah, I told you, no. I went to Dubai and I made a fortune. I told you, man, listen, I went to Dubai because I wanted to make a fortune. Yeah, I made a fortune, really. Believe me, I went to Dubai and I worked there for 5 years and I made a fortune and I came back. Yeah, I made a fortune, man. Why don't you believe? I told you, no, I made a fortune. Believe me. Yes, man. Oh, please, for God's sake. Devatorthu. Believe me, I made a fortune and I came back. I made a fortune. Yeah, really. You don't believe it, no? Yes, but that's true. I made a fortune. Nobody believes, but that's a fact. I made a fortune and now I am rich. Damn rich. Yeah. ഇങ്ങനെ ഒരാളുടെ അടുത്ത് നോക്കി സംസാരിക്കുന്ന ഭാവനെ ഇതെല്ലാത്തിലൂടെ അങ്ങ് കയറി ഇറങ്ങി, എല്ലാത്തിലും പറയുന്നത് ആ ബേസിക് ഇമോഷൻസ് ഇല്ലേ, ഇതിലൂടെ അതിന്റെ ഓർഡർ ഒന്നുമില്ലേ, നിങ്ങൾക്ക് തോന്നിയ പോലെ അങ്ങ് പറയാം. ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോ മേക്ക് എ ഫോർച്യൂൺ, മേഡ് എ ഫോർച്യൂൺ, ഐ വാണ്ട് ടു മേക്ക് എ ഫോർച്യൂൺ ആൻഡ് ഐ മേഡ് എ ഫോർച്യൂൺ. ഇടയിൽ കുറെ സംഗതികളൊക്കെ ഞാൻ കയ്യിന്നിട്ടുണ്ട്. അങ്ങനെ കയ്യിൽ നിന്ന് ഇടാൻ പറ്റുന്ന സംഗതികളൊക്കെ കയ്യിൽ നിന്നിട്ടോ, കയ്യിലില്ലാത്തത് ഇടാൻ നോക്കണ്ട, അത് ചിലപ്പോൾ ശരിയാവില്ല. അപ്പൊ ഉള്ള സംഗതികളൊക്കെ believe me, my God, yes man, really, I'm speaking the truth. അങ്ങനെ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഒരു ഡ്രാമ അങ്ങ് കളിക്ക്, 2-3 വട്ടം അങ്ങ് കളിക്ക്. അത് കഴിഞ്ഞാൽ കാണാം 2-3 എക്സാമ്പിൾ ഇതുമാതിരി ചെയ്താൽ മതി. ഇതേ സെയിം ടെക്നിക്ക് തന്നെ ബാക്കി എല്ലാത്തിനും അങ്ങ് അപ്ലൈ ചെയ്യാം. Okay, then you can become an exceptional mastermind in English communication. അപ്പോൾ ഈ കൊളോക്കേഷൻസ് ആണ്, കൂട്ടുകെട്ടുകളാണ് ഭാഷയുടെ ശക്തി കേന്ദ്രമെന്ന് മനസ്സിലായി. അപ്പൊ അത് കിട്ടിയാലാണ് അവന്മാരെ പോലെ നമുക്കും ഒരു കളി അങ്ങ് കളിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. കറക്റ്റ് അല്ലേ? പൊട്ടും കടലയും കൂട്ടി ഞാനൊരു എന്ത് ചെയ്തു, ഒരു പിടി അങ്ങ് പിടിച്ചെന്ന് പറയില്ലേ, കോമ്പിനേഷൻ, ആ കൊളോക്കേഷൻ പിടികിട്ടില്ലേ, ഇതുപോലെ ഇവനങ്ങ് ചേർത്ത് ഒരു പിടി അങ്ങ് പിടിക്ക്, എന്നിട്ട് കാണിച്ചു കൊടുക്ക്. Let the world see who you are. Show the world your power. Talk to the world in English, man. ഇംഗ്ലീഷിലങ്ങ് സംസാരിക്കേ, അവരങ്ങ് ത്രസിച്ചിരിക്കട്ടെ. ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സീക്രട്ട് ടെക്നിക്കാണിത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം.
ഇപ്പൊ നമ്മൾ ഡൂവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള വേർഡുകളുടെ കൊലൊക്കേഷൻസ് ആണ് പഠിച്ചത്. പക്ഷെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സമയങ്ങളിൽ നമുക്ക് ഈ ഡ്യൂപ്ലിക്കേഷൻസ് പോരാതെ വരും. ദാറ്റ് മീൻസ് അവിടെ ഡൂ തന്നെ ചില സമയത്ത് ആശാൻ തന്നെ വേണം. അവിടെ ആശാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങണം. അതായത് ആശാനെ രംഗത്തിറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂ ആയിട്ട് തന്നെ വേഷം മാറാതെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതെ ഡൂ എന്നുള്ള ഫോമിൽ തന്നെ പറഞ്ഞു പഠിക്കണം. അപ്പൊ അങ്ങനെയും ചില കൊലൊക്കേഷൻസ് ഉണ്ട്. അതും കൂടി ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഈ സംഭവം ഓക്കെ, വി ആർ സ്ട്രോങ്. അതാണ് ഈ പറയുന്ന ഗ്രൂപ്പിൽ. നോക്കിയേ, 2-3 വായിച്ചു നോക്കിയേ. ഡു ദ കുക്കിംഗ്, ഡു ദ ഹൗസ് വർക്ക്, ഡു ദ ഷോപ്പിംഗ്, ഡു യുവർ ബെസ്റ്റ്, ഡു യുവർ ഹെയർ. ഈരാനൊക്കെ പറഞ്ഞില്ല, നമ്മളെ ബുഡിയൊക്കെ വൃത്തിയാക്കാൻ പറയുമ്പോൾ ഡു യുവർ ഹെയർ, ഫിക്സ് യുവർ ഹെയർ. ഡു എന്ന് പറയില്ല, ബെസ്റ്റ് ഡു തന്നെ പറയാണ്. ലാസ്റ്റ് 2 നോക്കിയേ, ഡു ദ വാഷിംഗ് അപ്പ് ഓർ ഡു നത്തിങ്. ഇങ്ങനെ ഡു നേരിട്ട് പ്രയോഗിക്കുന്ന ചില സന്ദർഭങ്ങളുമുണ്ട്. അവിടെ ഈ ഡു കൊലൊക്കേഷൻസും അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞുകൊള്ളണം. ഇതാണ് അതിന്റെ സീക്രട്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്കിപ്പോ എന്തായാലും ബിയുടെയും ഡൂവിന്റെയും കുറെ കൊലൊക്കേഷൻസ് പിടികിട്ടി. എങ്കിൽ ഹാവിനെ ഒന്ന് പേരിനെങ്കിലും ഒന്ന് റെഫർ ചെയ്യണ്ടേ, ജസ്റ്റ് ഫോർ നെയിം സേക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു 5-6 എക്സാമ്പിൾസ് ആ ഹാവിന്റെയും കൂടെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹി ഹാസ് എ സപ്പോർട്ടീവ് വൈഫ്. ഹി ഹാസ്, അവനുണ്ട്, വൈഫുണ്ട്. സപ്പോർട്ടീവ് വൈഫ്, സപ്പോർട്ട് ചെയ്യുന്ന, അവൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവനെ സപ്പോർട്ട് ചെയ്യുന്ന, അവനോട് ഒട്ടി നിൽക്കുന്ന, അവന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന ഒരു വൈഫ് അവനുണ്ട്. അതാണ് അവന്റെ ജീവിതത്തിന്റെ വിജയം. സോ ഹി ഹാസ് എ സപ്പോർട്ടീവ് വൈഫ്, ഓർ യു ക്യാൻ സേ ഹി ഹാസ് എ സപ്പോർട്ടീവ് ഫാമിലി. മൈ ഫ്രണ്ട്സ് ആർ വെരി സപ്പോർട്ടീവ്, ദേ ആർ ഹൈലി സപ്പോർട്ടീവ് ഓഫ് മീ. അങ്ങനെ സപ്പോർട്ടീവ് എന്ന വേർഡ് രസകരമായുള്ള ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഐ ഹാവ് സം ബിറ്റർ എക്സ്പീരിയൻസസ്. ലാസ്റ്റ് 2 നോക്കൂ. ഹി ഹാസ് എ പ്രോമിസിംഗ് ഫ്യൂച്ചർ. ഒരു പ്രോമിസിംഗ് ഫ്യൂച്ചർ ഉണ്ട്, ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നും പറയാം. ഹി ഈസ് എ പ്രോമിസിംഗ് കാൻഡിഡേറ്റ്, അവനൊരു ഭാവിയുള്ള കാൻഡിഡേറ്റ് ആണ്. ലാസ്റ്റ് 1 നോക്കിയേ. ഹി ഹാസ് എ കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ നമുക്ക് കൊളോക്കേഷൻസ് എന്ന് പറയുന്ന ഈ ഭാഗത്തില് ബിയും ഡൂവും ഹാവിലും അത്യാവശ്യം കുറച്ച് ഒരു പിടി നല്ല എക്സ്പ്രഷൻസ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി അങ്ങോട്ട് നമ്മൾ ബി, ഡു, ഹാവ് എന്നീ ഈ ത്രിമൂർത്തികളെ ഓരോന്നിനെ വീതം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാനാണ് പോകുന്നത്. ആ പോകുന്ന സമയത്തൊക്കെ കുറച്ച് എക്സാമ്പിൾസ് നല്ല മനോഹരമായ രീതിയിൽ പറയാനായിട്ട് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. എങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ മിക്സപ്പ് ചെയ്ത് അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുള്ള ഭാഷയെ. All right. So, nothing more to say. We'll meet again in the next session.